ഹേയ് ഹലോ. അപ്പോൾ ഓണം ആഘോഷിക്കാനായിട്ട് ഞാൻ നേരെ കെട്ടും കിടക്കി എടുത്തെത്തിയത് ബാംഗ്ലൂരിലാണ്. ഇവിടെയാണ് എൻ്റെ ചേട്ടനും അതേപോലെ എൻ്റെ നാത്തൂനും ഒക്കെ ഉള്ളത്. സോ അന്ന് മോർണിംഗാണ് ഞാൻ എത്തിയത്. എത്തി റെസ്റ്റൊക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 9:30 കഴിഞ്ഞു. സോ അത്തപ്പൂക്കളൊക്കെ ഇട്ട് മാവേലി പാതാളത്തിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. സോ ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പണിവാളെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ പൂവൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിലോട്ട് എത്തി. സോ അവിടെ ഇതാ കുറേ പൂവൊക്കെ ഇരിക്കുന്നു. പക്ഷേ എനിക്ക് ഇതിന് കുറച്ച് തന്നെ നല്ല റേറ്റാണ്, കാണുന്നതല്ല. അങ്ങനെ ചേട്ടൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് നമ്മൾ പൂവൊക്കെ വാങ്ങി നേരെ റൂമിലെത്തിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. കാരണം ഫ്ലോർ ഒന്നും തീരെ ക്ലീൻ അല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ചൂലെടുത്ത് അടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി, നിനക്കത് തൂക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു. അങ്ങനെ എന്തെല്ലോ കാണിച്ച് ഞാനും ചേച്ചിയും കൂടെ പൂവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ എന്തെല്ലോ കുറേ ടൈപ്സ് പൂവായിരുന്നു. ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എല്ലാ കൂട്ടത്തിൽ നിന്നും കുറച്ച് എടുക്കുകയായിരുന്നു. സോ അതുകൊണ്ട് എന്തെല്ലോ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് ആക്കി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എന്തൊക്കെയോ ബഹുടത്തരം എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൂടാൻ തുടങ്ങി. നമ്മളിതാ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലാണ് വരയ്ക്കുന്നത്. കാരണം എല്ലാം ടെക്നോളജി ആണല്ലോ. ഇതാകുമ്പോൾ നമ്മൾ കൂട്ട് കഴിഞ്ഞാലും എടുത്ത് കളയാൻ എളുപ്പമാണ്. ചേച്ചി അങ്ങനെയാണ് വരയ്ക്കുന്നത്. സോ അങ്ങനെ വരച്ച് കഴിഞ്ഞ് നമ്മൾ ഏകദേശം എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ കൂടാനൊക്കെ തുടങ്ങി. എല്ലാവരും അടുത്തുകൊണ്ട് തന്നെ ഇരുന്നും കിടന്നും നടന്നൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നു. സോ ഫൈനലി ഞങ്ങളായിട്ട് പൂക്കളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 മണിയായി. ഇനി നമ്മൾ ഓണസദ്യ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നേരെ നമ്മളിവിടെ അടുത്തുള്ള പാരീസ് റെസ്റ്റോറൻറ്റ് പോയി വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മളിതാ സദ്യയൊക്കെ വാങ്ങി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാമെന്നുള്ളൂ. ഇവിടെ വന്ന് പൈസ കൊടുത്ത് സദ്യ കഴിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും സദ്യയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.